10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് എല്ലാ മാസവും 10,000 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടുമോ? 1 കോടി രൂപ എഫ് ഡിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും 1 ലക്ഷം രൂപ പലിശ വരുമാനമായിട്ട് പിൻവലിക്കാൻ വേണ്ടി പറ്റുമോ? എഫ് ഡിയിലൊക്കെ വളരെ വലിയ തുകകൾ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ മാസം മാസം പിൻവലിച്ച് ആ പലിശ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് ആളുകൾ ലോങ് ടൈമിലേക്ക് ആവശ്യമില്ലാത്ത പണം ഇട്ടിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലാണ്. ഇങ്ങനെ എഫ് ഡിയിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ഒരു ശത്രുവുണ്ട്. വലിയ ശത്രുവാണ്, ശക്തനായിട്ടുള്ള ശത്രുവാണ്. ആരാണ് ആ ശത്രു നിങ്ങൾക്കറിയാവോ? ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാസം എത്ര രൂപ പലിശയായിട്ട് ലഭിക്കും എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറ്റി നമ്മളിൽ പലരും വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത പല യാഥാർത്ഥ്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സംഗതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, KSF-യിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇവയെല്ലാം ജനകീയമാണ്. ശരിക്കും എഫ് ഡിയിൽ നിന്ന് എത്ര പലിശ ലഭിക്കും എന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് കണക്കാക്കുക? നമ്മൾ പൊതുവെ എഫ് ഡിയുടെ പലിശയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്: 6% പലിശ, 6.25% പലിശ, 6.5% പലിശ, 7% പലിശ എന്നൊക്കെ. ഇതൊക്കെ വാർഷിക പലിശയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ലഭിക്കുന്ന പലിശ. നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ ഒക്കെ ബ്രോഷറുകളിലൊക്കെ കാണാറുണ്ട്. എഫ് ഡി 6 മാസ കാലാവധി, പലിശ 6%. ഇനി എന്താ മനസ്സിലാക്കണ്ടേ? 1 ലക്ഷം രൂപ 6 മാസത്തേക്ക് ആ ബാങ്കിൽ എഫ് ഡി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 രൂപ പലിശയായിട്ട് കിട്ടുമെന്നാണോ 6 മാസം കൊണ്ട്? ഒരിക്കലും അങ്ങനെയല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ 6% എന്ന് പറയുന്നത് വാർഷിക പലിശയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ഒരു വർഷം ഇട്ടാലാണ് 6% പലിശ കിട്ടുക, എന്ന് പറഞ്ഞാൽ 6,000 കിട്ടുക. അപ്പോൾ 6 മാസത്തേക്ക് എത്രയേ കിട്ടുകയുള്ളൂ? അതിൻ്റെ പകുതിയേ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്ര? 3,000 രൂപയെ പലിശയായിട്ട് കിട്ടുകയുള്ളൂ. ഇത് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? 1 ലക്ഷം ഇൻറ്റു 6/100 എന്ന് കൊടുക്കുമ്പോൾ 6,000 കിട്ടും. അത് ഒരു വർഷത്തെ പലിശയാണ് കേട്ടോ. ഇനി നമുക്ക് കാണേണ്ടത് 6 മാസത്തെ പലിശയല്ലേ? ശരിക്കും അതിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പം 3,000 ആയി. ലോജിക്കലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ്: 6,000 ഇൻറ്റു 6/12. ഈ 6 എന്തുവാ? 6 മാസത്തെ പലിശ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് 6 അവിടെ വെച്ചേക്കുന്നു. 12 എന്താ? ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണല്ലോ. അതുകൊണ്ടാണ് അവിടെ 12 കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം 3,000 കിട്ടി. ഇനി ഈ ബാങ്കിലൊക്കെ കാണാറുണ്ടല്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് 3 മാസത്തേത്, പലിശ 5%. എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന്? നമ്മൾ 1 ലക്ഷം രൂപ അതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് അതിൻ്റെ 5% കിട്ടുമെന്നാണോ? ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാ? 5% എന്ന് പറയുന്നത് വാർഷിക പലിശയാണ്. 1 ലക്ഷം ഇൻറ്റു 5/100 എത്ര വരും? 5,000. 5,000 വാർഷിക പലിശയാണ്. 3 മാസം കൊണ്ട് എത്ര കിട്ടുമെന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നത് ശരിക്കും സയൻറ്റിഫിക് ആയിട്ട്? ആ പലിശ ഇൻറ്റു, അതായത് 5,000 ഇൻറ്റു 3/12. അപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1,250. അത്രയുമാണ് 3 മാസത്തെ പലിശ. ഇനി ചിലപ്പോൾ ബാങ്കിലൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ അല്ലേ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ 7%, കാലാവധി 2 വർഷം. അവിടെ എങ്ങനെയാ? ഈ 7% വാർഷിക പലിശയാണ് കേട്ടോ, അല്ല 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7,000. 2 വർഷം ആകുമ്പോഴോ 7,000 ഇൻറ്റു 2 14,000 2 വർഷം കൊണ്ട് ലഭിക്കുന്ന പലിശ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ: എഫ് ഡിയുടെ പലിശ നിരക്ക് പറയുന്നത് അത് വാർഷിക പലിശയാണ്, അല്ലാതെ ആ കാലാവധിയിൽ കിട്ടുന്നതല്ല അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാസം എത്ര പലിശ ലഭിക്കുമെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു വർഷം 7% പലിശ നിരക്കിലുള്ള സ്കീമിലാണ് നമ്മൾ എഫ് ഡി ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷം എത്ര പലിശ വരും? 1 ലക്ഷം ഇൻറ്റു 7/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000. ഇനി ഒരു മാസത്തെ കാണാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? 7,000 ഇൻറ്റു 1/12. 1 എന്ന് പറയുന്നത് ഒരു മാസം അല്ലേ? 12 എന്താ? ഒരു കൊല്ലം 12 മാസമാണല്ലോ, അതുകൊണ്ട് അത് കൊടുത്തു. അപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 583 വന്നിട്ടുണ്ട്.
അപ്പം നമുക്ക് റൗണ്ട് ചെയ്ത് 550 എന്നെങ്ങാനും പറയാം അല്ലേ. ഒരു മാസം എത്ര കിട്ടും പലിശ? 1,00,000 രൂപ FD ഇട്ട് കഴിഞ്ഞാൽ 7% പലിശ എങ്കിൽ എത്ര കിട്ടും? 580 രൂപ. ഇനി 10 ലക്ഷം രൂപ ഇതേ FD ഇട്ട് കഴിഞ്ഞാലോ? 10 ലക്ഷം × 7/100 എത്രയാ വരുന്നത്? 70,000. അത് വാർഷിക പലിശയാണേ. 70,000 × 1/12 എത്രയാ കിട്ടുന്നത്? 5,833 രൂപ. അത്രയുമാണ് ഒരു മാസം ലഭിക്കുന്ന പലിശ. ഇനി 1 കോടി രൂപ ഇട്ട് കഴിഞ്ഞാലോ? ഇതേ FDയിൽ 7% വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 1 കോടി × 7/100 എന്ന് പറയുമ്പോൾ 7 ലക്ഷം വരും വാർഷിക പലിശ ഒരു വർഷം കിട്ടുന്നത്. ആ 7 ലക്ഷം × 1/12 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഒരു മാസം നമുക്ക് കിട്ടുന്ന പലിശ വരും എത്രയാ? അത് 58,333. അത്ര കിട്ടുള്ളൂ കേട്ടോ ഒരു മാസം. അപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപയൊക്കെ പലിശയായിട്ട് കിട്ടണമെങ്കിൽ FDന്റെ പലിശ 7% ഉള്ളൂ എന്ന് അസ്യൂം ചെയ്താൽ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1,72,00,000 രൂപ ഇടേണ്ടി വരും. എന്ത് കിട്ടണമെങ്കിൽ? 1 ലക്ഷം രൂപ പലിശയായിട്ട് കിട്ടണമെങ്കിൽ. ശരിക്കും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് അത്ര മോശമായിട്ടുള്ള ഒരു സംഗതിയൊന്നും അല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ശരിക്കും എന്തിനു വേണ്ടിയുള്ളതാ? നമ്മുടെ എമർജൻസി ഫണ്ട്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ, ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ 6 മാസം മുതൽ 2 വർഷം വരെയൊക്കെയുള്ള കാലയളവിനുള്ളിൽ നമുക്ക് ആവശ്യമായി വന്നേക്കാവുന്ന തുകകൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഇടമാണ് ശരിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. പക്ഷെ ഒരുപാട് ആളുകൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കാറുണ്ട്. 10 വർഷത്തേക്കൊക്കെ തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ FD അങ്ങോട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് FDയെ കാണുന്നത് ശരിക്കും മണ്ടത്തരമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ശരിക്കും എന്തല്ല? ഇൻവെസ്റ്റ്മെന്റ് അല്ല. പിന്നെ എന്ത് മാത്രമാണ്? തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 2 വർഷം വരെയൊക്കെയുള്ള സമയത്തേക്ക് ആവശ്യമുള്ള പണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരിടം മാത്രമാണ്. എന്തുകൊണ്ടാണ് FD ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് പറയുന്നത്? FDക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തെ തോൽപ്പിക്കാനുള്ള ശേഷിയില്ല. ശരിക്കും എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? 7 വർഷം മുമ്പ് ഞാനൊരു 10,000 രൂപ അലമാരക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനത് തുറന്നു നോക്കി. അത് എത്ര തന്നെയായിട്ട് അവിടെ ഇരിപ്പുണ്ട്? 10,000 ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പുറകോട്ടൊന്ന് കണക്ക് കൂട്ടി. അന്ന് 7 വർഷം മുമ്പ് ഈ 10,000 രൂപ കൊടുത്താൽ മേടിക്കാൻ പറ്റുമായിരുന്ന ഒരു സാധനം ഇന്ന് ഞാൻ ഈ കറൻസിയും കൊണ്ട് പോയാൽ കിട്ടത്തില്ല. അപ്പം ഞാൻ ഓർത്തു, ഈ പൈസ അന്ന് ബാങ്കിൽ FD ആയിട്ട് ഇട്ടിരുന്നുവെങ്കിൽ കുറേ വർദ്ധിക്കുമായിരുന്നല്ലോ അല്ലേ? പലിശയൊന്നും പിൻവലിക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്താണ്? കുറേ വർദ്ധിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ആ സാധനം ഇന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു എന്ന് കണക്ക് കൂട്ടി നോക്കി കേട്ടോ. പക്ഷേ മനസ്സിലായി, പറ്റില്ല. അപ്പോൾ പണം വീട്ടിൽ അടുക്കി വെച്ചപ്പോൾ അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോവുക ചെയ്തത്. ബാങ്കിൽ FD ആയിട്ട് ഇട്ടാലും എന്താണ്? അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുക തന്നെയാണ്. വീട്ടിൽ വെക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചമുണ്ട് എന്ന് മാത്രം. ഇത് എന്ത് ചെയ്യണാലും ശരിക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ FDയിൽ നടത്തുന്ന ആൾക്കാർക്ക് ശത്രു ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ് ആ ശത്രു? ഇൻഫ്ലേഷൻ. നമ്മൾ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തെ പോലും കവർന്നെടുക്കാൻ ശക്തിയുള്ള ഒരുത്തനാണ് ആര്? ഈ ഇൻഫ്ലേഷൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, FDകൾ നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ FDയെ മാറ്റി നിർത്തുക. അതിന് യോജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഇടങ്ങളിൽ കൃത്യമായിട്ട് നിക്ഷേപിച്ച് മുമ്പോട്ട് പോവുക. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും എഴുതിക്കൂ. എവിടെ? കമൻറ്റ് ബോക്സിൽ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.